Hello, Namaste, welcome back to WinTrader. ഇന്നത്തെ ലൈവ് സെഷനിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങളെ നമ്മുടെ സോഫ്റ്റ് WinTrader എങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് ട്രേഡിങ്ങിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഷെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ് ഫ്യൂച്ചറാണ്. അതിൻ്റെ ടൈം ഫ്രെയിം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇൻട്രാഡേ വൈസ് ആണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റിനെയും സപ്പോർട്ടും ചെയ്യും. നമ്മളതിനകത്ത് ഇൻട്രാഡേയും ചെയ്യാൻ പറ്റും, സ്കാൽപ്പിംഗ് ചെയ്യാൻ പറ്റും, ലോങ് ടൈം ഷോർട്ട് ടൈം പൊസിഷൻ ട്രേഡിംഗ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു സ്റ്റോക്കിന് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിലാണെങ്കിൽ ആ ഷെയർസിൽ ലോങ് ടൈമിൽ ഏത് ട്രെൻഡിലാണ് കാണിക്കുന്നത് ഫുള്ള് നമ്മുടെ സോഫ്റ്റിൽ കാണാൻ പറ്റും. അതെങ്ങനെയാണ് അതിന് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് ആണെങ്കിൽ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഫുൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾ സോഫ്റ്റ് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളിത് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഫുള്ളും ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെയാണെന്നുള്ള ഫുൾ പറഞ്ഞു തരും. പിന്നെ ലൈഫ് ടൈം സപ്പോർട്ട് ഉണ്ടാവും. സോഫ്റ്റിനെ നമ്മൾ വാങ്ങിക്കുന്ന ചാർജ് വൺ ടൈം പേയ്മെൻ്റ് ആണ്. അപ്ഡേഷൻ ഫ്രീ ആണ്. ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ടാവും. ലൈഫ് ടൈം കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ലൈവായിട്ടാണ്. ഇതിൽ നിങ്ങൾ ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിപ്പോൾ കമ്മോഡിറ്റീസിലായാലും NSEയിലായാലും ഫോറക്സിലായാലും നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഗംഗ എന്നാണ്. എൻ്റെ നമ്പർ താഴെ ഡിസ്പ്ലേ വരുന്നതാണ്. അതാണ് എൻ്റെ നമ്പർ. അതിനകത്ത് വാട്സപ്പ് ഉണ്ട്. നിങ്ങൾക്ക് കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജും ചെയ്യാം. സാറ്റർഡേ ആണ് സൺഡേസ് ആണെങ്കിൽ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ഇട്ടേച്ചാലും മതി. അപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന ടാറ്റ മോട്ടോഴ്സ് ആണ്. അത് ലൈവ് മാർക്കറ്റാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ എന്ന് വെച്ചാൽ റിയൽ ടൈം ആണ്. ഒരു ഡിലേ ഇല്ല. ഇറ്റ്സ് റിയൽ. നമ്മൾ ഏത് ചാർട്ട് എടുത്തിട്ടില്ല, മാർക്കറ്റിൽ എന്താണ് ട്രെൻഡ് അത് തന്നെ സെയിം നമ്മുടെ സോഫ്റ്റിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് ടാറ്റ മോട്ടോഴ്സിൽ ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് ആണ്, ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് ആണ് 408.70. ഇതാണ് റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ. ഇതിനകത്ത് നമുക്ക് റെഡ് കളറിൽ ഡൗൺ ആരോ ആണ് സെൽ സിഗ്നൽ, ഗ്രീൻ കളറിൽ അപ്പ് ആരോ ബൈ സിഗ്നലാണ്. ഇത് രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്ന സിഗ്നലാണ്. ഈ സിഗ്നൽ വരുമ്പോൾ നമുക്ക് ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും. നമ്മുടെ സ്ക്രീനിൽ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും. അതൊരു സൗണ്ട് എഫക്റ്റോടെ വരുന്നത്. അപ്പോൾ അതിനകത്ത് എഴുതി വരും ഏത് റേറ്റിൽ നമ്മൾ ബൈ എടുക്കണം, ഏത് റേറ്റിൽ സെൽ എടുക്കണം എന്ന ഡീറ്റെയിൽസ് ഉൾപ്പെടെ എഴുതി വരും. അത് സെയിം ഡീറ്റെയിൽസ് നിങ്ങൾ മേളിൽ നോക്കിയാൽ കാണാൻ പറ്റുമോ. ടാറ്റ മോട്ടോഴ്സിൽ ഇന്നത്തെ സെല്ല് വന്നിരിക്കുന്നത് 11:10 രാവിലെ 11:10 നമുക്ക് സെല്ല് വന്ന് 414.10 സെല്ല് വന്ന് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് 5 പോയിന്റോളം ഡൗൺ ആണ്. ടാർഗറ്റ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. 3 ടാർഗറ്റും അച്ചീവ് ചെയ്ത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലൊരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കയറി സെല്ല് എടുക്കല്. നമ്മൾ ആ സെല്ല് മാർക്കറ്റ് താഴോട്ട് പോകുകയില്ല എന്ന് നമ്മൾ നോക്കണ്ടേ. ആ സെല്ല് വന്ന ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആരോ വന്നതിന് ശേഷം ഏറ്റവും താഴത്ത് പ്രൈസ് ഇതുപോലെ സെൽസ് വന്ന് കാണിക്കണം, പ്രൈസ് ഇൻ സെൽസ് വന്ന് കാണിക്കണം. അതാണ് സെല്ലിൻ്റെ ഫസ്റ്റ് കൺഫർമേഷൻ. സെക്കൻഡ് കൺഫർമേഷൻ ഈ ആരോ ഇവിടെ കിടക്കുന്നില്ല, അതിൻ്റെ താഴത്തൊരു ബാർ ഉണ്ടല്ലോ, അത് നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. ആ ബാർ റെഡ് ആയിരിക്കണം. അപ്പം നമുക്ക് 2 കൺഫർമേഷൻ മതി. ഫസ്റ്റ് ആരോ കിട്ടണം. ആരോ വന്നതിന് ശേഷം അതൊരു സെല്ലാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ സെൽസ് വന്ന് കാണിക്കണം. പിന്നെ ആരോയുടെ താഴത്തെ ബാറ് ആ ബാറ് റെഡ് ആയിരിക്കണം. ഈ രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ സിഗ്നൽ കൺഫേം ആണ്. ദെൻ ഡയറക്റ്റ് നമുക്ക് മാർക്കറ്റ് റേറ്റിൽ തന്നെ ട്രേഡ് എടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിടണം. അതേ ടൈമിൽ തന്നെ നമ്മുടെ നിങ്ങളുടെ ട്രേഡിംഗ് ബ്രോക്കർ പ്ലാറ്റ്ഫോം ഇല്ലേ, അത് ഏത് പ്ലാറ്റ്ഫോം നമ്മൾ ഇപ്പോൾ ഓൾറെഡി ചെയ്യുന്ന ആ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത് റിയൽ ടൈം ലൈവിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് സിഗ്നൽ വരുമ്പോൾ നമ്മൾ ഉടനെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുക, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഒരു സിഗ്നൽ കൺഫേം ആണെങ്കിൽ താഴത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് കാണിച്ചു തരും. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. നമ്മൾ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 3 ടാർഗറ്റും കാണിച്ചു തരും. പിന്നെ ട്രെൻഡി ആയിട്ട് പോണ ടൈമിൽ നമ്മുടെ സിഗ്നൽ ടാർഗറ്റ് അടിച്ച ശേഷവും സിഗ്നൽ കണ്ടിന്യൂഷൻ വരും. അപ്പം നമ്മൾ സോഫ്റ്റ്വെയർ നമുക്ക് റീ എൻട്രി പറഞ്ഞു തരും. റീ എൻട്രി എന്ന് വെച്ചാൽ മാർക്കറ്റ് ഓൾറെഡി ഇറങ്ങിപ്പോയല്ലോ. അപ്പോൾ ആ സമയത്ത് മാർക്കറ്റ് നിൽക്കുന്ന ഒരു ലെവലിൽ സോഫ്റ്റ്വെയർ നമുക്ക് എൻട്രി എടുക്കാനുള്ളൊരു പ്രൈസും പറഞ്ഞു തരും. അതനുസരിച്ചൊരു എക്സിറ്റ് ലെവലും പറഞ്ഞു തരും. അത് ആ റീ എൻട്രി തന്നെ ഡിസ്പ്ലേ കാണിക്കും. ഏത് റേറ്റിൽ നിങ്ങൾ റീ എൻട്രി എടുക്കണം, ഏത് റേറ്റിൽ എക്സിറ്റ് ചെയ്യണമെന്ന ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണിച്ചു തരും. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ റീ എൻട്രി എടുക്കാം. അല്ലെന്നുണ്ടെങ്കിലും നമുക്ക് ഫ്രഷ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് സിഗ്നൽ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്ന സിമ്പിളാണ്. നമ്മൾ എങ്ങനെയാണെന്നുള്ള എഗെയിൻ അതായത് നമുക്ക് കസ്റ്റമേഴ്സ് നമുക്ക് എഗെയിൻ പറഞ്ഞു കൊടുക്കും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ള സെറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഫുൾ നമ്മളൊരു ട്രെയിനിങ് സെഷനിൽ പറഞ്ഞും കൊടുക്കും. പിന്നെ ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് ഒരു റെഡ് സ്റ്റാർസ് കാണിക്കുന്നുണ്ടോ, അതാണ് സപ്പോർട്ട് ചെയ്യുന്ന ലെവലാണ്. ഇത് മുകളിലൊരു റെഡ് സ്റ്റാർസ് ഉണ്ട്, അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. അതായത് ഇപ്പം ചെറുതായിട്ടൊന്ന് മാർക്കറ്റ് കയറുന്നുണ്ട്. ഈ ട്രെൻഡ് ലൈൻ ചേഞ്ച് ആയതേ ഉള്ളൂ. ഇത് ട്രെൻഡ് ലൈനാണ്. റെഡ് ലൈൻ ഡൗൺ ട്രെൻഡ്, ഗ്രീൻ ലൈൻ അപ് ട്രെൻഡുമാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കയറുന്നുണ്ട്. പക്ഷേ എഗെയിൻ താഴോട്ട് തന്നെ ഇറങ്ങിപ്പോകും. കാരണം ഇപ്പോഴും പ്രൈസ് സെൽ സോണാണ്. ബാറിൻ്റെ കളറും റെഡാണ്. അതായത് സ്ട്രോങ് ആയിട്ടുള്ള റിവേഴ്സൽ വന്നാൽ മാത്രമേ ഇതിൽ ചേഞ്ചസ് വരത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂസ് ഡൗണിൽ തന്നെ ഇറങ്ങിപ്പോകും. ഇപ്പം നമുക്കിവിടെ ഒരു സപ്പോർട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അത് 460 ആണ്.
നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 408.40 നമ്മുടെ ഇപ്പോഴത്തെ ടാറ്റ മോട്ടോഴ്സിൻ്റെ വാല്യൂ 408.30. ഇപ്പം നമ്മുടെ സപ്പോർട്ട് കാണിക്കുന്നത് 406.60. ഇപ്പം അതിനെ ബ്രേക്ക് ആണെങ്കിൽ എഗെയിൻ മാർക്കറ്റ് താഴത്ത് തന്നെ ഇറങ്ങിപ്പോയി. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇത് എല്ലാ സെഗ്മെൻറ്റിലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് കമ്മോഡിറ്റി ആണെങ്കിൽ കമ്മോഡിറ്റി യൂസ് ചെയ്യാം, ഫോറക്സ് ആണെങ്കിൽ ഫോറക്സ് യൂസ് ചെയ്യാം. എല്ലാ സെഗ്മെൻറ്റിലും സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ റിയൽ ടൈം ആണ്. അതായത് പ്രഡിക്ഷൻ, ദർ ഇസ് നോ പ്രഡിക്ഷൻ. ഇതിൽ മാർക്കറ്റിൽ എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരും. അതിനെ ബേസ് ചെയ്ത് സിഗ്നൽസ് തരും. അത് കൺഫേം ആണെങ്കിൽ മാത്രം എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുക. കൺഫേം ആണെങ്കിൽ അതിനകത്തൊരു 80 to 90% ആക്യുറസി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചത് നമ്മുടെ റണ്ണിംഗ് പോർഷൻ 8.1 ആണ്. അതിൻ്റെ കൊടുത്തിട്ട് സ്കാനർ നിങ്ങൾക്ക് ഇടും. ഇതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇത് സെറ്റിംഗ് നിങ്ങൾ ഫുൾ പറഞ്ഞു തരുവേ. അപ്പം ഞാൻ കാണിച്ചത് ലൈവായിട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് ലൈവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ താഴെയുണ്ട്. കോൾ ചെയ്യാം, മെസ്സേജ് ചെയ്യാം. എൻ്റെ പേര് ഗംഗ എന്നാണ്. നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.